അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുകയാണ്. ഇന്നലെ മഴക്കോളും കാർമേഘവും ഒക്കെ ഉള്ളത് കൊണ്ട് കേരളത്തിലെവിടെയും മാസപ്പിറ കണ്ടിട്ടില്ല. എന്നാൽ നമ്മുടെ കിഴക്ക് ഭാഗമായ തമിഴ്നാട്ടിലെ കായൽപട്ടണത്തും മറ്റും കണ്ടതായി സ്ഥിരീകരിക്കപ്പെട്ടു എന്ന റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോൾ ഒരു ചർച്ച വരുന്നത്, കിഴക്ക് നാട്ടിൽ മാസപ്പിറ കണ്ടാൽ പടിഞ്ഞാറൻ നാടുകൾക്കത് ബാധകമാണല്ലോ എന്ന ഒരു ചർച്ച ഫത്ഹുൽ മുഈനിൽ സുബ്കി ഇമാമും മറ്റും ഉണർത്തി എന്ന് പറഞ്ഞ് ഫത്ഹുൽ മുഈനിൽ അഭിപ്രായം ഉദ്ധരിച്ചിരുന്നു. അപ്പം അങ്ങനെ ഒരു ചർച്ച കിഴക്ക് ഭാഗങ്ങളിൽ കണ്ടെങ്കിൽ അതനുസരിച്ച് പടിഞ്ഞാറൻ ദേശങ്ങളിൽ അമൽ ചെയ്യൽ നിർബന്ധമാണ് എന്ന് ഫത്ഹുൽ മുഈനിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ അഖറഹുൻ നിഹായത്തു വൽ മുഗ്നി എന്ന് നമ്മുടെ തിരുത്തിയ ഫത്ഹുൽ മുഈനിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ആ സുബ്കി ഇമാം പറഞ്ഞതിനെ നിഹായയും മുഗ്നിയും അംഗീകരിച്ചു എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ തുഹഫയിൽ അതിന് എതിര് പറഞ്ഞിട്ടുണ്ട്. ഫീഹി മുനാഫാത്തുൻ ലി ളാഹിരി കലാമിഹിം. ബഹുമാനപ്പെട്ട ഉസ്താദ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുവാണ്. ഫുഖഹായിൻ്റെ കലാമിൻ്റെ ലാഹിറിനോട് ഈ സുബ്കി ഇമാമും മറ്റും പറഞ്ഞത് എതിരാണ് എന്ന് പറഞ്ഞിട്ട് തുഹഫയിൽ അവിടെ സ്ഥിരപ്പെടുത്തിയത്, കിഴക്ക് രാജ്യത്ത് കണ്ടതുകൊണ്ട് പടിഞ്ഞാറ് കാണൽ നിർബന്ധമാകും എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് അവിടെ വുജൂദ് മാത്രമേ നിർബന്ധമാകുന്നുള്ളൂ, റുഇയത്ത് നിർബന്ധമാകുന്നില്ല. കിഴക്കൻ നാട്ടിൽ കണ്ടാൽ പടിഞ്ഞാറൻ ദേശങ്ങളിൽ എന്തായാലും മാസപ്പിറ ഉണ്ടായി എന്ന കാര്യം ഉറപ്പാണ്. അവിടെ കാണണം എന്ന് നിർബന്ധമില്ല. മേഘം മൂടിയാലോ മറ്റോ കാണാൻ പറ്റില്ലല്ലോ, മാനിയുണ്ടെങ്കിൽ കാണാൻ പറ്റൂല. വൽ മദാറു അലയ്യ ല അലൽ വുജൂദീൻ. നമ്മുടെ മദാറ്, നമുക്ക് മാസം അംഗീകരിക്കാതിരിക്കണമോ എന്ന വിഷയം വലയം ചെയ്യുന്നത് അതിൻ്റെ മദാറ് റുഇയത്തിന്മേലാണ്. സുമൂലി റുഇയത്തിഹി വഫ്തിറുലി റുഇയത്തിഹി ഫൈൻ ഉമ്മ അലൈക്കും ബാക്കിമിൽ ഇദ്ദത്ത് സലാസീൻ എന്നാണല്ലോ ഹദീസ്. അപ്പോൾ കണ്ടാൽ മാത്രമാണ് നമുക്ക് മാസം അംഗീകരിക്കാൻ പറ്റുക, ഉണ്ടായി എന്നതുകൊണ്ടല്ല. കിഴക്കൻ ദേശങ്ങളിൽ കണ്ടു എന്ന് ഉറപ്പായാൽ പടിഞ്ഞാറ് ഭാഗത്തും പിറ ഉണ്ടായി എന്ന് മാത്രമേ അത് അറിയിക്കുന്നുള്ളൂ. കാണൽ അതിനാൽ ലാസിമില്ല. കണ്ടാൽ മാത്രമേ നമുക്ക് മാസം അംഗീകരിക്കാൻ നിർബന്ധമാവുകയുള്ളൂ എന്നാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹഫയിൽ പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവും അതുപോലെ നിഹായയും മുഗ്നിയും തമ്മിൽ എതിരായിരിക്കുന്നു എന്നർത്ഥം. തുഹഫയും നിഹായയും മുഗ്നിയും തമ്മിൽ എതിരായിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ഒരു വിഷയം വന്നാൽ, തുഹഫയും നിഹായയും ഒരു മസലയിൽ എതിരായാൽ രണ്ടിൽ ഇഷ്ടമുള്ളത് ഏതും തിരഞ്ഞെടുക്കാം. രണ്ടും നമ്മുടെ തർജീഹിൻ്റെ ഇമാമിയങ്ങൾ ഒരു സ്ഥാനത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള പഴയ ആ നീക്കം, പഴയ ശൈലി തുഹഫയ്ക്ക് റുജഹാൻ കൊടുക്കലാണ്. സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണല്ലോ നമ്മുടെ കേരളത്തിൽ ഇൽമു പ്രചരിപ്പിച്ചത്. സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു ശൈഖുനാ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്. ആ നിലയിലായിരിക്കും. ആ നിലയിൽ തുഹഫയ്ക്കാണ് കേരളത്തിലേതൊരു വിഷയം വന്നാലും പ്രാമുഖ്യം കൊടുക്കുക. ആ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ മാസപ്പിറ കാണാത്തതുകൊണ്ട് ഇന്ന് ദുൽഹജ്ജ് 30 തന്നെ തീരുമാനിക്കുകയും നാളെ മുഹറം 1 നമുക്ക് കണക്കാക്കുകയും ചെയ്യാം. അതാണ് നല്ലത്. അപ്പോൾ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ, സുബ്കി ഇമാമും മറ്റും പറഞ്ഞ അടിസ്ഥാനത്തിൽ അത് നിഹായയും മുഗ്നിയും മുഅ്തമദാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ന് ഒരു പക്ഷേ മുഹറം 1 പ്രഖ്യാപിച്ചാലും അതിന് ന്യായം ഉണ്ടായിരുന്നു. എന്നാൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടെ തിരിച്ചാണ് പറഞ്ഞത്, വുജൂദല്ല റുഇയത്താണ് നമ്മുടെ മദാറ് എന്ന്. അതുകൊണ്ട് തന്നെ അതിനെ മുഅ്തമദാക്കി പോകുന്ന ശൈലിയാണ് നമ്മുടെ കേരളക്കരയിൽ ഉള്ളതുകൊണ്ടും പ്രബലം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മുഅ്തമദാക്കിയ അഭിപ്രായം അതായതുകൊണ്ടും കിഴക്ക് ദേശത്ത് കണ്ടോ ഇല്ലേ എന്ന് നമ്മളിനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കണ്ടിട്ടില്ല എന്ന അടിസ്ഥാനത്തിൽ ദുൽഹജ്ജ് 30 പൂർത്തിയാക്കി നാളെ 1 എന്നാണ് നമ്മുടെ ഉസ്താദുമാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അതാണ്
നമുക്ക് ശരീര വിഷയത്തിൽ മറ്റു തർക്കങ്ങൾക്ക് ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിഷയങ്ങൾ അവതരിപ്പിച്ചു തന്ന ക്ലാസ് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്താദിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.